ദേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ഇവർക്കെല്ലാം ഭയങ്കര ഒരു കൺഫ്യൂഷനും ആശങ്കയൊക്കെ ഉള്ളൊരു സമയമാണ്. കാരണം യൂണിറ്റ് എക്സാമൊക്കെ ഏകദേശം പകുതികളൊക്കെ ആയിട്ടുണ്ട്. ഇനി യൂണിറ്റ് എക്സാം എഴുതി തുടങ്ങിയപ്പോഴുള്ള കുറവുകൾ ഏകദേശമൊക്കെ അവർ മനസ്സിലാക്കി വരുന്നുണ്ട്. കോമ്പിനേഷൻ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ യൂണിറ്റ് എക്സാമിൽ എൻ്റെ കുറവുകൾ എങ്ങനെ തിരുത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികൾ ആശങ്കയിലായിരിക്കും അല്ലേ? ഇന്നലെ എൻ്റെ അടുത്തൊരു 2 പിള്ളേർ വന്നിട്ട് പിന്നെ അവർ എന്താ പറയുക പരീക്ഷ എഴുതി കരഞ്ഞുപോയി. പരീക്ഷ എഴുതിയിട്ട് എല്ലാം തെറ്റുകയാണ്. അതായത് ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ഞങ്ങൾ തെറ്റുകയാണ് ബയോളജിയിൽ. അപ്പോൾ NCERT എടുത്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, പക്ഷേ സാറ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു. എന്താണ് അതിൻ്റെ റെമഡി എന്നുള്ളത് അവരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലേ സാർ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ കുട്ടികൾക്കും ഏകദേശം മെജോറിറ്റിയുടെയും പ്രശ്നം അത് തന്നെയാണ്. അവർക്ക് ബയോളജിയിൽ സാർ ഈ പറഞ്ഞപ്പോൾ തന്നെയാണ് സെയിം സിറ്റുവേഷനിൽ കുറേ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഞങ്ങൾക്ക് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലും എഴുതുന്നത് അറിയാമെങ്കിൽ നമുക്ക് തെറ്റുന്നില്ല. പക്ഷേ ബയോളജി ഞങ്ങൾ എല്ലാം അറിയാം എന്നാണ് ഞങ്ങളുടെ തോന്നൽ, പക്ഷേ എഴുതുമ്പോൾ തെറ്റുന്നുണ്ടെന്ന് തോന്നണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബയോളജി വായിക്കുമ്പോൾ ഒത്തിരി പാസീവ് റീഡിങ് പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. ആക്റ്റീവായിട്ട് നമ്മുടെ മൈൻഡ് ഒന്നും അതിനകത്ത് പോകാതെ തന്നെ നമ്മളിങ്ങനെ അക്ഷരങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലത്തും പോയിട്ട് വരാനൊക്കെ പറ്റും. ഇതിനകത്ത് വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിരുന്ന് കുത്തിയിരുന്ന് ഈ 38 ചാപ്റ്റർ വായിച്ചു തീർക്കാൻ പ്രയാസമാണ്. 37 ചാപ്റ്റർ ഒന്ന് ഡിലീറ്റ് ചെയ്തല്ലോ. 37 ചാപ്റ്റർ ഇനി ഇരുന്നിട്ട് വായിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഇവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തലങ്ങും വിലങ്ങും ഇരുന്ന് വായിക്കുക. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തിട്ട് അതിൽ ഡൗട്ട് വരുന്നത് നമ്മുടെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ അവർ ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ കുറവ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രം വായിക്കുന്നത് തന്നെയാണ്. ഇനി ഈ പറഞ്ഞ പോലെ 37 ചാപ്റ്ററും ഇരുന്ന് എത്ര പ്രാവശ്യം വായിച്ചാലും ചിലപ്പോൾ നമുക്ക് വായിച്ച് അങ്ങ് പോകും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതാനും പറ്റില്ല. അപ്പോൾ ഓരോ ചാപ്റ്ററും എനിക്ക് തോന്നുന്നു സാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സുവോളജി ആയാലും ബോട്ടണി ആയാലും ചില ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല കോണ്ടന്റ് ഉള്ളതാണ്. ജെനറ്റിക്സ്, മോളിക്യുലർ ബേസിസ്, പ്രിൻസിപ്പിൾസ്, ബയോടെക്നോളജി, അപ്പൊ ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ ഇരുന്നിട്ട് ലൈൻ വായിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. പിന്നെ ഇനിയും എന്തെന്നുള്ളത് ഇനിയും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു എന്നല്ല, ഇനിയും നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിനകത്തുള്ള എറേഴ്സ് കറക്റ്റ് ചെയ്ത് അതൊന്ന് എഴുതിയെടുത്ത് അത് മാത്രം. ഇപ്പൊ ജെനറ്റിക്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സാർ ഇപ്പം ട്രാൻസ്ക്രിപ്ഷൻ്റെ അവിടെ ഒരു തെറ്റ് വന്നു അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് മാത്രം ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ മാത്രം എടുത്ത് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആ കണ്ടന്റ് ഒന്ന് നോക്കി അതിനകത്ത് എന്താണ് തെറ്റ് പറ്റിയത് അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ ഈ എല്ലാം അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ബയോളജിക്ക് കൊടുക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇച്ചിരി കെയർലെസ് ആയിട്ടൊക്കെ ബയോളജി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും പലരും വന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പേഴ്സണലി ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ നീറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ട് അത് തിരിച്ചും മറിച്ചും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴും ഇതുപോലെ തെറ്റ് പറ്റുകയാണെങ്കിൽ അത് NCERT എടുത്ത് കോൺസെപ്റ്റ് അറിയില്ല എന്നുള്ളതാണ്. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ഈ പറഞ്ഞ പോലെ നമുക്ക് 2 കാര്യങ്ങളാണ്. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഓക്കെ ആണ്, എന്നെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ ഒരു സമയത്ത് ഒരു ആംബിയൻസ് കാരണം എനിക്ക് എഴുതാൻ പറ്റാത്തതാണെന്ന് തോന്നലുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിലും ആൻസറിലും ഒന്നുകൂടെ നിങ്ങൾ നന്നായിട്ട് വായിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കണം. കാരണം അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിച്ചതിലുള്ള എററാണ്. അല്ലാതെ കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും നിങ്ങൾക്കത് ഇത് ശരിയാണല്ലോ എന്ന് തോന്നില്ല, അപ്പോഴും ഡൗട്ട് വരാം. അപ്പോൾ അപ്പോഴും ഡൗട്ട് വരുന്നില്ല, എക്സാം ഹാളിൽ വെച്ച് മാത്രം വരുന്ന ഒരു ഡൗട്ട് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുകയും ആവശ്യത്തിനുള്ള സമയം ഓരോ ക്വസ്റ്റ്യനും കൊടുത്ത് തന്നെ അനലൈസ് ചെയ്ത് എഴുതുകയും വേണം. ഇനി ഇറങ്ങി വന്നു കഴിയുമ്പോൾ എനിക്ക് അപ്പോഴും ഇല്ല ഇത് എന്താണോ ഡൗട്ട് വരുന്നു എന്ന് തോന്നിയാൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല എന്നാണ്. അവിടെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും NCERT ടെക്സ്റ്റ് ബുക്ക് ആ ഒരു പോർഷൻ എവിടെയാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത് ആ ഭാഗം നോക്കുക. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 90% കുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്കും ടെൻഷനാണ്. ഒരേ ഒരു വഴി, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുക. വാച്ചെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിനുള്ളിൽ നമ്മളൊരു എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ ടെൻഷൻ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അവരുടെ ഓരോ പരീക്ഷ എഴുതുമ്പോഴും നിങ്ങൾ മെയ് 4-ാം തീയതിയാണ് അല്ലെങ്കിൽ മെയ് 5-ാം തീയതി പരീക്ഷയാണ് നിങ്ങളുടെ ഓരോ പരീക്ഷയെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു അഡീഷൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ 5, 4, 9 എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ബ്രെയിൻ ചെറുതായിട്ടൊന്ന് ഇൻവോൾവ് ചെയ്യും. പക്ഷെ ബയോളജിയിൽ നമ്മൾ പെട്ടെന്ന് വായിച്ച് നോക്കുമ്പോൾ ആ ഒരു ഇൻവോൾവ്മെന്റ് വലുതായിട്ട് വരില്ല. ഒരു പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ആക്റ്റീവായിട്ട് വായിക്കണം. ഓരോ ക്വസ്റ്റനും ഞാൻ എന്താണ് വായിച്ചതെന്ന് അത് NCERT വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു
കോൺസെപ്റ്റ് വായിക്കുമ്പോഴും ആ കോൺസെപ്റ്റ് ഞാൻ എന്താണ് വായിച്ചത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യത, എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് വേണം ഇനി മുന്നോട്ട് പോകാൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കുക വേണ്ട. ബയോളജിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതായത് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഏറ്റവും കുറച്ച് സമയത്ത് ബയോളജി ചെയ്തിട്ട് ആ സമയം മുഴുവൻ എടുത്ത് ഫിസിക്സിലേക്ക് അത് വേണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് ചോദ്യം നന്നായിട്ട് വായിച്ച്, ഈ കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഒരു കുട്ടി ഉണ്ടെന്ന്, ഒരു വായിച്ചതിൽ ഒരു വേർഡ് മാറിപ്പോയി. ആ വേർഡ് മാറിയപ്പോഴത്തേക്ക് ആൻസർ മാറിപ്പോയി. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് 2 തവണയെങ്കിലും വായിക്കാം. വായിച്ചിട്ട് മാത്രം ആൻസറിലേക്ക് എത്തുക. കൺഫ്യൂസ്ഡ് അതെ ടെൻഷൻ അവര് എനിക്ക് തോന്നുന്നു മാക്സിമം സമയം ഇപ്പോഴും അവരുടെ പേടി ഫിസിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ബയോളജിക്കാരത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ സർ ബയോളജി. 360-നും 360 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് 180 ഫിസിക്സിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഭയങ്കര റെയർ ദാൻ ദ റെയറസ്റ്റ് ആണ്. അപ്പൊ അത് 720 എയിം ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാവരും 720 എയിം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിൽ പോലും ഒരു റേഞ്ചിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്മിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ അവിടെ ഫിസിക്സിന് കൂടുതൽ സമയം കൊടുത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം എല്ലാ സബ്ജക്റ്റിനെയും എല്ലാ ടോപ്പിക്കിനെയും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി സമീപിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനേഷന് നല്ലൊരു സ്കോർ നമുക്ക് എത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു സാർ ഇപ്പം ജെയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നന്നായിട്ട് ഞങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇടാത്ത ഒരു ക്വസ്റ്റനും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ 99% കൂടുതൽ 250 സ്റ്റുഡൻസ് ഫസ്റ്റ് സെഷനിൽ വന്നത് പറയുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിലും ഇല്ല. കേരളത്തിൽ സൗത്ത് ഇന്ത്യ തന്നെ ആർക്കും ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ, അത്രയും ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയ നമ്മുടെ മോഡൽ എക്സാംസ് തന്നെയാണ്. അപ്പൊ അതിലും വേറൊരു കാര്യമുണ്ട് കേട്ടോ. അവര് എഴുതിയ നമ്പർ ഓഫ് ക്വസ്റ്റിനേക്കാളും എത്രയോ നമ്പർ നമ്മൾ കൂടുതലാണ് എഴുതുന്നുണ്ട്. അതെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ. ഞങ്ങൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ മര്യാദയ്ക്കൊന്ന് ചെയ്ത് ഞങ്ങൾ ഈ പറയുന്ന വെയിലൂടെയൊക്കെ നടന്നാലും നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ പിന്നെ മേ ബി ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ പലരും പരീക്ഷ എഴുതിയിട്ടൊന്ന് പറയും ആ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു, ചില ഔട്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ വലിയൊരു സ്ഥാപനം നടത്തുന്ന ടെസ്റ്റിൽ ചിലപ്പോൾ മേ ബി 1-2 ചോദ്യമൊക്കെ ഔട്ട് വന്നിരിക്കും. അതൊന്ന് ടെൻഷനാക്കരുത്. അത് ടെൻഷനാക്കുക വേണ്ട. ആ ക്വസ്റ്റ്യൻ വിട്ടേക്കും, ബാക്കി നന്നായിട്ട് ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ എവിടെന്നെങ്കിലും ഉണ്ടാവാതിരിക്കാനായിരിക്കും നമ്മൾ ഇച്ചിരി കൂടെ നിങ്ങളെ ഒരു തരത്തിൽ ഞങ്ങൾക്ക് 720 പോകരുന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഇച്ചിരി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇച്ചിരി ഔട്ട് ആക്കിയിട്ടൊക്കെ തോന്നുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നിങ്ങൾ അത് പാനിക്കായി അയ്യോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊന്നും ആലോചിക്കേണ്ട. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഒരു ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ. അത് സാരമില്ല എന്ന് വെച്ചാൽ പോലും നമുക്ക് അഡ്മിഷൻ ഒന്നും ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ സർ? പിന്നെ അതുപോലെ ഈ ഒരു കാരണവശാലും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ മുടക്കരുത്. കാരണം പലരും വിചാരിക്കും ഒരെണ്ണം സ്കിപ്പ് ചെയ്തേക്കാം. അത് പറ്റില്ല. എല്ലാ പരീക്ഷയും നമ്മളിടാൻ പോകുന്ന എല്ലാ ടെസ്റ്റുകളും കൃത്യമായിട്ട് എക്സാം വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അത് എനിക്ക് തോന്നുന്നു ആ സമയം കൂടെ കൺസേർവ് ചെയ്ത് ഇവർ പഠിക്കാൻ ഒരു കാര്യമില്ല. നിങ്ങൾ ആ സമയം നിങ്ങൾ ഒരു ദിവസം പരീക്ഷ എഴുതുന്ന ആ ഒരു ദിവസം കംപ്ലീറ്റ് പോയി കിട്ടി എന്നുള്ള ഒരു ചിന്തയിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. പക്ഷെ അതിന് പകരം നിങ്ങൾ ആ സമയത്ത് ആ ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന ആ ക്വസ്റ്റ്യനുകൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എത്ര യൂണിറ്റുകളിലൂടെ കൊണ്ടുപോകുന്ന നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. അതെ, അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു എക്സാമും നിങ്ങൾ മിസ് ചെയ്യണം. മാത്രമല്ല അതെ, ഓഡ് ബാച്ചുകാരാണെങ്കിൽ നിങ്ങൾ ഈവൻ ബാച്ചിനെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഈവൻ ബാച്ചുകാരാണെങ്കിൽ ഓഡ് ബാച്ചിനെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 4 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നിങ്ങളുടെ തന്നെ ഒരു പ്രിപ്പറേറ്ററി, നിങ്ങളുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഈവൻ ബാച്ചിന്റെ പ്രിപ്പറേറ്ററി, പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം ചെയ്തു പോയാൽ അതെ തീർച്ചയായിട്ടും ഒരു പ്രശ്നവും ട്രയലാണ്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ മുമ്പൊരിക്കലും ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്രത്തോളം ഒരു കാര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അതിൽ എക്സ്പേർട്ട് ആവും, ഒരു സംശയമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിൽ എക്സ്പേർട്ട് ആവും. നമുക്കൊരു നല്ല വിഷസ് കൂടെ കൊടുത്താലോ? തീർച്ചയായിട്ടും സർ. ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ബയോളജി ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 360 അതിൽ കുറഞ്ഞൊന്നും ബയോളജിക്ക് ഞങ്ങൾ ഒരു കാരണവശാലും അത് ആവശ്യമില്ല അല്ലേ സർ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് പറ്റും. കാരണം ഇത്രയും ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ ഈ ലോകത്ത് ഒരാൾക്കും അത് പറ്റൂല. സോ അത് ഞങ്ങളുടെ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻസ് നിങ്ങൾക്കും ഡെഫിനറ്റ് ആയിട്ടും വേണം. അപ്പോൾ നമുക്കൊരു വിഷസ് കൊടുക്കാം അല്ലേ? കൊടുക്കാം സർ. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് വിഷസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.